മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച് രണ്ടാഴ്ചയാകാനിരിക്കെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിച്ചതായി റിപ്പോർട്ട്. സർക്കാർ രൂപീകരണത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ തുടരുന്നതിനിടെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ 2 ഡെപ്യൂട്ടിമാരും മാത്രമേ ഡിസംബർ 5-ന് സത്യപ്രതിജ്ഞ ചെയ്യുകയുള്ളൂവെന്നാണ് പുതിയ റിപ്പോർട്ട്. ബിജെപിയുടെ ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രിയാകും. വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുന്ന 3 നേതാക്കളിൽ ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെയും NCP നേതാവ് അജിത് പവാറും ഉൾപ്പെടും. ഇരുവരും ഉപമുഖ്യമന്ത്രിമാരായിട്ടായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക. ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാരിലെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ നിലവിലെ കാവൽ മുഖ്യമന്ത്രി കൂടിയായ ഏക്നാഥ് ഷിൻഡെ വിമുഖത പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഷിൻഡെയെ അനുനയിപ്പിച്ചു എന്നാണ് വിവരം. ബിജെപി, ശിവസേന, NCP എന്നീ പാർട്ടികളുടെ ക്യാബിനറ്റ് സ്ഥാനങ്ങളും വകുപ്പുകളും അനുവദിക്കുന്നത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 21 മുതൽ 22 വരെ വകുപ്പുകൾ ബിജെപി സ്വന്തമാക്കുമെന്നാണ് വിവരം. ആഭ്യന്തരം, റവന്യൂ തുടങ്ങിയ പ്രധാന വകുപ്പുകൾ, സ്പീക്കർ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ ചെയർമാൻ സ്ഥാനങ്ങളും പാർട്ടി നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ശിവസേന 16 വകുപ്പുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നഗരവികസനമടക്കം 12 എണ്ണമായിരിക്കും അനുവദിക്കുക. ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനം വഹിക്കുമ്പോഴും ലെജിസ്ലേറ്റീവ് കൗൺസിൽ ചെയർമാൻ സ്ഥാനവും NCP ആവശ്യപ്പെട്ടിട്ടുണ്ട്. NCPക്ക് ധനകാര്യവും ഡെപ്യൂട്ടി സ്പീക്കറും ഉൾപ്പെടെ 9 മുതൽ 10 വരെ മന്ത്രാലയങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിവരം. തുടർച്ചയായ പനിയെ തുടർന്ന് താനെ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനായ ഷിൻഡെ വരും ദിവസങ്ങളിൽ ക്യാബിനറ്റ് വകുപ്പുകൾ അന്തിമമാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതേസമയം നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ ബിജെപി നിയമസഭാ കക്ഷി യോഗം ഇന്ന് രാവിലെ ചേർന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഷിൻഡെയും ഫട്നാവിസും മുംബൈയിൽ തങ്ങി പാർട്ടി പ്രവർത്തകരുമായും നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഡിസംബർ 5-ന് വൈകിട്ട് മുംബൈ ആസാദ് മൈതാനിയിൽ പുതിയ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ബിജെപി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റു പ്രമുഖ നേതാക്കളും പങ്കെടുക്കുന്ന ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു. അതേസമയം ഏക്നാഥ് ഷിൻഡെയ്ക്ക് കീഴിലാണ് മഹായുതി തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നും അതിനാൽ വിജയം ജനങ്ങൾ ഷിൻഡെയ്ക്ക് നൽകിയ അംഗീകാരമാണെന്നുമാണ് ശിവസേന പറയുന്നത്. എന്നാൽ 2022-ലെ പ്രത്യേക സാഹചര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തതുപോലെ ഇത്തവണ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് ബിജെപി നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ബിജെപിയെ പിന്തുണയ്ക്കുമെന്ന് NCP അറിയിച്ചിട്ടുണ്ട്. 288 അംഗ നിയമസഭയിൽ 230 സീറ്റുകളാണ് മഹായുതി നേടിയത്. 132 സീറ്റുകളുള്ള ബിജെപിയാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. ശിവസേന 57 സീറ്റിലും NCP 41 സീറ്റിലും വിജയിച്ചു. അതേസമയം മഹാവികാസ് അഘാഡിക്ക് വെറും 46 സീറ്റ് മാത്രമേ നേടാനായുള്ളൂ. ശിവസേന 20 സീറ്റിലും കോൺഗ്രസ് 16 സീറ്റിലും NCP 10 സീറ്റിലുമാണ് വിജയിച്ചത്.